പറ്റുന്നില്ല സോമ. ഒരുപാട് ശ്രമിച്ചു നോക്കി, എല്ലാത്തിനും അതിരില്ലേടോ. എടോ, ഇതൊരു തരം ഓവർ പൊസസീവ്നെസ് ആണ്. ഇത് ഇങ്ങോട്ട് നോക്കും. ഒരു പക്ഷെ നീ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു 4 മടങ്ങ് കൂടുതൽ അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു തരം ഭ്രാന്തമായിട്ടുള്ള സ്നേഹം. അതാണ് സത്യവും. അതാടാ ഭ്രാന്ത്. അതാ ഞാൻ ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നത്. എടാ, നീ അവളോടൊപ്പം കുറേ സമയം ചെലവഴിക്കും. അപ്പം എല്ലാം പതിയെ പതിയെ ശരിയാവും. ഞങ്ങൾ ഒരുമിച്ചല്ല എപ്പോഴും, പിന്നെ പോയി കെട്ടിപ്പിടിക്കണോ? വേണം, കെട്ടിപ്പിടിക്കണം, തലോടണം, ലാളിക്കണം. എടാ, ഒരുമിച്ച് ജീവിച്ചാൽ മാത്രം പോരാ. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എടാ, ജീവിതം കുറേയൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ നമ്മളതെല്ലാം പതിയെ മറക്കും. പക്ഷെ അവരത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ തീ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കേട്ട് പിടിക്കാം. ചെല്ലാ, പോയി കെട്ടിപ്പിടിക്കടാ. ചെല്ലു, പോടാ. ആഹാ, നമുക്കുള്ള കോള് വന്നു വീട്ടിൽ നിന്നാ. ഹലോ, നിങ്ങളുടെ എവിടെ പോയി കിടക്കുക? ആകപ്പാടെ ഞായറാഴ്ചയായിട്ട് ഒരു ദിവസം കിട്ടും. ഇതിനിപ്പോ നീ എന്തിനാണിത്? എടി, നിനക്ക് ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ വാങ്ങിക്കാൻ വന്നാന്ന്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്തും. ഇപ്പൊ വരും. ആ ശരി. ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കും. നീ നേരത്തെ പറഞ്ഞില്ലേ ആ പ്രേമത്തിന്റെ തീ കെടാതെ സൂക്ഷിക്കണം. ഞാനൊന്ന് പോയിട്ട് വരാം.